പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് AJ സ്റ്റൈൽസിനെ സംബന്ധിച്ചാണ്. AJ സ്റ്റൈൽസ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ അവസാനമായിട്ട് വന്നത് ഒക്ടോബർ 5-ാം തീയതി നടന്ന എപ്പിസോഡിലായിരുന്നു. AJയുടെ തിരിച്ചുവരവ്, പിന്നെ AJ തിരികെ വേൾഡ് ടൈറ്റിൽ സ്റ്റോറിയിലേക്കൊക്കെ വരുന്നതായിട്ടുള്ള കുറേയധികം ഭാഗങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് നൽകിയെന്നുണ്ടെങ്കിലും AJ സ്റ്റൈൽസിന് അപ്രതീക്ഷിതമായി ആ മത്സരത്തിൻ്റെ ഇടയിൽ കാലിന് ഇഞ്ചുറി പറ്റുന്നതായിട്ടാണ് WWE തന്നെ കാണിച്ചത്. AJ സ്റ്റൈൽസിൻ്റെ ആ ഒരു ഇഞ്ചുറി റിയൽ ആണെന്നും അത് സ്റ്റോറി ലൈൻ പ്രകാരമാണെന്നുമുള്ള റിപ്പോർട്ടുകളൊക്കെ അതിനുശേഷം പുറത്തേക്ക് വന്നു. പിന്നീട് AJ സ്റ്റൈൽസ് തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇഞ്ചുറി തനിക്ക് റിയൽ ആയിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒക്ടോബർ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ 2025 ജനുവരിയിൽ ഏകദേശം പകുതിയോട് അടുത്ത് നിൽക്കുകയാണ്. ഇതുവരെ AJ സ്റ്റൈൽസിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ AJ സ്റ്റൈൽസിൻ്റെ ഇഞ്ചുറി സ്റ്റാറ്റസ് AJ സ്റ്റൈൽസ് തന്നെ ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. AJ സ്റ്റൈൽസ് തിരികെ വരുമോ എന്നുള്ള ഒരു ആരാധകൻ്റെ ചോദ്യത്തിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് ഇഞ്ചുറി കുറച്ച് ചലഞ്ചിങ് ആണ് എന്നുള്ളതാണ്. അതായത് പരിക്ക് കുറച്ച് സീരിയസ് ആണ് എന്നുള്ളത് സ്റ്റൈൽസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് ഫെബ്രുവരി മാസത്തിൽ ആദ്യ ആഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ AJ സ്റ്റൈൽസിനെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തിൻ്റെ റിട്ടേൺ എല്ലാവരും ആ മെൻസ് റോയൽ റംബിളിൽ പ്രതീക്ഷിക്കും. അപ്പോൾ ആ പ്രതീക്ഷകൾ വേണ്ട എന്നുള്ള തലത്തിലാണ് AJ സ്റ്റൈൽസ് ഇഞ്ചുറിയെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത്. AJയുടെ തിരിച്ചുവരവിന് കാത്തിരിക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന അപ്ഡേറ്റ് ആണ്. AJയുടെ ആരാധകരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് മലക്കായി ബ്ലാക്ക് അഥവാ അലിസ്റ്റർ ബ്ലാക്കിനെ സംബന്ധിച്ചാണ്. അലിസ്റ്റർ ബ്ലാക്ക് അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിലൂടെ WWEയിലേക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ട്രിപ്പിൾ എച്ചിൻ്റെ NXTയിൽ ഏറ്റവും ട്രിപ്പിൾ എച്ചിന് ഇഷ്ടപ്പെട്ട താരങ്ങളിൽ ഒരാളായിരുന്നു അലിസ്റ്റർ ബ്ലാക്ക്. പിന്നീട് മെയിൻ റോസ്റ്ററിലേക്ക് വന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള സ്റ്റോറി കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹം AEWയിലേക്ക് കൂട് മാറ്റിയത് 2021. എന്നാൽ ഇപ്പോൾ AEWയിൽ നിന്ന് തിരികെ WWEയിലേക്ക് തന്നെ അലിസ്റ്റർ ബ്ലാക്ക്, മലക്കായി ബ്ലാക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ഏകദേശം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ മലക്കായി ബ്ലാക്കിനെ AEWൻ്റെ സ്റ്റോറി ലൈനുകളിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ മലക്കായി ബ്ലാക്ക് നേതൃത്വം കൊടുത്ത ഹൗസ് ഓഫ് ബ്ലാക്ക് എന്ന് പറയുന്ന ഫാക്ഷനിലെ അംഗങ്ങളായ ബഡി മാത്യൂസ്, ബ്രോഡി കിങ് തുടങ്ങിയവരോട് അവസാനത്തെ ഒരു ഡൈനാമിക് എപ്പിസോഡിൽ വിൽ ഓസ്പ്രേ പറഞ്ഞത്, ബഡി മാത്യൂസിനുമായിട്ടുള്ള മത്സരത്തിന് ശേഷം പറഞ്ഞത്, നിനക്ക് ഒരു ഗ്രൂപ്പിൻ്റെയും സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ്. ഇന്നത്തെ കൊളീഷൻ വീക്ക്ലി എപ്പിസോഡിന് ഇടയിൽ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ എഡ്ജ് ആദം കോപ്ലാൻഡ് അദ്ദേഹം ബ്രോഡി കിങ്ങിനോട് പറഞ്ഞത് നിങ്ങൾക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് ഈ മെമ്പേഴ്സിനോട് മറ്റുള്ള റെസ്ലേഴ്സ് ആവശ്യപ്പെടുന്നത്. അതിനർത്ഥം മലക്കായി ബ്ലാക്ക് AEW വിട്ടു പോകുകയാണ്. ഹൗസ് ഓഫ് ബ്ലാക്ക് എന്ന് പറയുന്ന ഫാക്ഷൻ ഇനി ഉണ്ടാകില്ല എന്നുള്ളത് സ്റ്റോറി പ്രകാരം അവർ പറഞ്ഞു പോകുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ WWEയിലേക്ക് താരം വരുന്നു എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു. മാർച്ച് അവസാനത്തോടു കൂടി ഈ AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റ് മലക്കായി ബ്ലാക്കിൻ്റെ അവസാനിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടുകൾ നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. മാർച്ചിന് ശേഷം WWEയിലേക്ക് ഒരു സർപ്രൈസ് റിട്ടേൺ അലിസ്റ്റർ ബ്ലാക്കിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. ബ്ലാക്കിൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ നൽകാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ്, ഒബാഫെമി എന്ന പുതിയ NXT ചാമ്പ്യൻ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് WWEയിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ദ റോക്കിനെ വെല്ലുവിളിച്ചിരിക്കുന്നു. റോക്ക് ഏറ്റവും അവസാനമായി കഴിഞ്ഞ NXTയുടെ ന്യൂ ഇയേഴ്സ് ഈവിൾ എന്ന ഷോയിൽ അപ്പിയർ ചെയ്യുന്നത് കാണാൻ സാധിച്ചു. റോക്കിൻ്റെ അപ്പിയറൻസ് ഏറ്റവും അവസാന മിനിറ്റുകളിലുള്ള ഒരു സെഗ്മെൻറ്റിലേക്ക് നയിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഒബാഫെമി പുതിയ NXT ചാമ്പ്യൻ ആകുന്നത് റോക്കിൻ്റെ സെഗ്മെൻറ്റിന് മുൻപുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലായിരുന്നു. ആ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ഒബാഫെമി വിജയിച്ച് വലിയ സെലിബ്രേഷനൊക്കെ നടത്തി അദ്ദേഹം ഇങ്ങനെ ബാക്ക് സ്റ്റേജിലേക്ക് പോയി എന്നുണ്ടെങ്കിലും അദ്ദേഹം പിന്നീട് വന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് തൻ്റെ സമയം റോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുകയായിരുന്നു എന്നാണ്. തനിക്കത് ആദ്യം മനസ്സിലായില്ല എന്നുള്ളതും ഇനി റോക്ക് തൻ്റെ സമയം കട്ട് ചെയ്യുകയാണെങ്കിൽ റോക്കിനെ ഞാൻ ഫേസ് ടു ഫേസ് നേരിടും എന്നുള്ളതും ഒബാഫെമി ഒരു വെല്ലുവിളി പോലെ റോക്കിന് എതിരെ പറഞ്ഞിട്ടുണ്ട്. അതായത് റോക്ക് എന്ന് പറയുന്ന സക്ഷൽ ഡ്വേൻ ജോൺസനെ അവിടെ മനഃപൂർവ്വം തരം താഴ്ത്തി പറയുകയല്ല ഒബാഫെമി ചെയ്തിരിക്കുന്നത്. കാരണം ഒബാഫെമി ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒബാഫെമിക്ക് കിട്ടുന്ന ഒരു മെയിൻ സ്ട്രീം അറ്റൻഷൻ ഉണ്ട്. അത് താരത്തിന് ലഭിച്ചു. ആ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും NXTയുടെ പുതിയ ചാമ്പ്യൻ താനാണ്, താൻ എല്ലാവരെയും വെല്ലുവിളിക്കും, തനിക്ക് ആരെയും പേടിയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ ഹൗസ് ക്യാരക്ടർ കാണിക്കാനും വേണ്ടിയിട്ടാണ് റോക്കിനെതിരെയുള്ള വെല്ലുവിളി ബസ്റ്റഡ് ഓപ്പൺ റേഡിയോ എന്ന ആ പോഡ്കാസ്റ്റിൽ ഇൻ്റർവ്യൂവിൽ വെച്ച് ഇപ്പോൾ ഒബാഫെമി നടത്തിയിരിക്കുന്നത്. ഒബാഫെമി
NXT ബ്രാൻഡിലെ അല്ലെങ്കിൽ നിലവിൽ WWE തന്നെ ഒരു ആജാന ബാഹുവാണ്. അദ്ദേഹത്തിൻ്റെ വയസ്സ് വളരെ കുറവാണ്. റോക്കിനെയൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് വെല്ലുവിളിക്കാനുള്ള ഒരു ധൈര്യം താരത്തിന് വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിറകിൽ വലിയൊരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒബാഫെമി ഭാവിയിലെ WWE തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്ലറായിട്ട് പറയാൻ പോകുന്ന ഒരു റെസ്ലറാണ്. റോക്കിനെതിരെയുള്ള ചലഞ്ച് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? റോക്കി ഇതിനുള്ള ഒരു മറുപടി കൊടുക്കാൻ സാധ്യത ഉണ്ടോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ വിമൻസ് റോയൽ റംബിൾ മത്സരത്തെ സംബന്ധിച്ചാണ്. മെൻസ് റോയൽ റംബിളിലേക്കുള്ള 2 സൂപ്പർ സ്റ്റാർസിൻ്റെ എൻട്രി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വിമൻസ് റോയൽ റംബിളിനെ സംബന്ധിച്ച് വുമൻസ് ഡിവിഷനിൽ നിന്ന് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ് ഇതുവരെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. വുമൻസിൻ്റെ റോയൽ റംബിൾ മത്സരം നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ വുമൻസ് റെസ്ലേഴ്സ് പോലും വുമൻസ് റോയൽ റംബിൾ മത്സരത്തിൽ വിജയിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സെഗ്മെൻറ്റ് പോലും റോയിലോ സ്മാക്ഡൗണിലോ ഒരു എപ്പിസോഡിലും അവർ നടത്തിയിട്ടില്ല. അപ്പോൾ വുമൻസ് റോയൽ റംബിൾ ഇപ്രാവശ്യം ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഏതൊക്കെ റെസ്ലേഴ്സാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് ഇതുവരെ കൺഫേം ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറേയധികം താരങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് മുൻ താരങ്ങളെയും ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളവരെയും മറ്റ് കമ്പനികളിൽ നിന്ന് വരുന്ന ഡെബ്യൂ ചെയ്യുന്ന താരങ്ങൾ, റിട്ടേൺ ചെയ്തു വരുന്ന താരങ്ങൾ, അങ്ങനെ ഒട്ടനവധി പേരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ബെറ്റിംഗ് സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ വുമൺ റോയൽ റംബിൾ മത്സരത്തിൽ 2025 സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന വിജയിക്കാൻ സാധ്യതയുള്ള ഒരു റെസ്ലർ ബെക്കി ലഞ്ച് ആണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ബെക്കി ലഞ്ച് നിലവിൽ ആക്റ്റീവ് അല്ല, എന്നിട്ട് പോലും ബെക്കിയുടെ തിരിച്ചുവരവ് റോയൽ റംബിളിൽ ഉണ്ടായിരിക്കും. റോയൽ റംബിളിൽ വിജയിക്കാൻ സാധ്യതയുള്ള സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടാണ് അവർ ബെക്കി ലഞ്ചിനെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യ ഫേവറേറ്റ് ആരാണ്? വിജയ സാധ്യത ആർക്കാണ് ഈ ഒരു ബെറ്റിംഗ് സൈറ്റ് കൂടുതൽ കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു വരാൻ പോകുന്ന ഷാർലറ്റ് ഫ്ലെയറിനാണെന്നും അവർ റിപ്പോർട്ടിൽ കൊടുക്കുന്നുണ്ട്. ഷാർലറ്റും ബെക്കിയുടെ പോലെ നിലവിൽ ആക്റ്റീവ് അല്ല, എന്നിട്ടും ഷാർലറ്റിനാണ് വിജയ സാധ്യത എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഷാർലറ്റ്, ബെക്കി തുടങ്ങിയവർക്കൊക്കെ റെസ്ൽമേനിയയിൽ മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഈ ഷാർലറ്റ്, ബെക്കി തുടങ്ങിയവരിൽ ആരെങ്കിലും വിജയിക്കുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇവരല്ലാതെ മറ്റൊരു റെസ്ലർ വിജയിച്ച് കാണണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ റെസ്ലറുടെ പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.